പുതിയ ജീവിതം തുടങ്ങണേ. നന്നായി വരട്ടെ എന്ന് വിചാരിച്ച് വലത് കാല് വെച്ച് കയറിക്കോളൂ. ഒരു വീടിന്റെ ഐശ്വര്യം വീട്ടമ്മ. മറുത്തൊന്നും പറയണ്ട. ശോഭ തന്നെ ആദ്യം വലത് കാല് വെച്ച് കയറുക. ഭൂമിദോഷ വലഞ്ഞാറ് സ്വാമി നിന്റെ ചോരയാല് ഭൂമി തന്റെ ശാപഭൂമി ഒഴിച്ചോ പുത്ര പുത്ര ആൻ്റപ്പാ മംഗളം നല്ല നല്ല വടിയായിട്ട് ഞാൻ അങ്ങോട്ട് വരണോ? എണീറ്റ് വാട പോത്തെ. അവന്റെ ഒരു ഉറക്കം. അയ്യോ, ഈശോ, വാവെടുത്ത കണ്ണിന്റെ എന്ത് എങ്ങട്ടാ വാലും കുത്തി ഓടണേ? പാല് പാല്. അതിന് നീ എന്താ പെറ്റേ? ഇയാളെപ്പനെന്താ പശുവും പാലിന്റെ കാര്യ പറഞ്ഞേ? അവിടെ ആരും ഇല്ലല്ലോ. ഇവിടെ ഇല്ല. ഈ ചെക്കന് ഏത് പാലിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞേ? വേണ്ട കേട്ടോ, വെറുതെ വഴക്ക് വെക്കാൻ നിക്കണ്ട. എന്നാ പുകലെ മുറുക്കാൻ എന്താ? നേരം വെളുത്തില്ല, അപ്പോഴേക്കും പുകല. അങ്ങോട്ട് പൊക്കോ, അല്ല ഇപ്പൊ ഞാൻ അമ്മയെ വിളിക്കും. ആ പെണ്ണേ, നെയ്യ പാല് വേഗം തന്നെ. ഇന്നലെ ബുക്ക് ചെയ്തതേ. ബുക്ക് ചെയ്ത പാലോ? അങ്ങനെ ഒരു പാല് ഇവിടെ ഇല്ല. ഇല്ലല്ലേ? ശരി ഇട്ടാ. ദേവകിയമ്മേ, ഈ ജീജ കയ്യിലെ പാല് തന്നെ. ഒരു പാത്രം കൊണ്ടുവന്നോളൂ. കൊപ്ര പിണ്ണാക്ക്. അത് നിന്റെ നായര്. അവരെത്തിയോ ആന്റപ്പാ? രാവിലെ എത്തുന്ന പറഞ്ഞേ. ഗുരുവായൂർ ചെന്ന് കുളിച്ച് തൊടുത്തിട്ട് അങ്ങോട്ട് എത്തുക. തട്ടിക്കോ, ആരോഗ്യം ഇങ്ങോട്ട് പോരട്ടെ. ഈശോ, പാല്. ഇത് കണ്ടോ, പാലൊക്കെ കുടിച്ചു. ഇനിയിപ്പോ എന്താ ചെയ്യാ? നിന്നെ ഞാനിന്ന് കൊല്ലും. ശ്രീകരം, ഈ വീട്ടിൽ കാല് കുത്തിപ്പോ തുടങ്ങിയതാ അതോഗതി. പുതിയ താമസക്കാർക്ക് പാല് കാച്ചാൻ ഈ ആന്റപ്പൻ ഇന്നലെ പറഞ്ഞു ഏൽപ്പിച്ചതാ 2 നാഴി പാല്. ഇനി എവിടെ നിന്നെടുത്താ കൊടുക്ക? അച്ഛന് ഞാൻ ചെയ്യണേ ഉള്ളൂ ആ സ്വത്ത്. കഷ്ടായി. അവരെന്താ വിചാരിക്ക? അല്ലപ്പാ, നീ ആ കുറുപ്പിന്റെ വീട്ടിൽ പോയി ചോദിച്ചോളൂ, അവര് തരും. പോതെ പോ, നടക്കാം. ബുക്ക് ചെയ്ത പാലില്ലാത്രേ. കാര്യം നോക്ക്. എന്താ എന്താ ഇത്? ഒരു നല്ല ദിവസമായിട്ട് എന്താ ഈ ഉണ്ടായേ? ചില്ല പൊട്ടിയത്, അവലക്ഷണം. എനിക്ക് പേടിയാവണു. എന്തൂട്ട് ലക്ഷണപ്പത്? ഈ ചില്ല അങ്ങോട്ട് വന്ന് കുത്തൊന്നുമില്ല. ഇതിന് ലക്ഷണം കാണിക്കാനുള്ള ബുദ്ധിയില്ല. എന്തിനാ ഇങ്ങനെ അപ്സെറ്റ് ആവണേ? ഇതൊക്കെ പഴഞ്ചൻ വിശ്വാസങ്ങളല്ലേ. ഇവിടെ ഇപ്പൊ ഒരു പ്രശ്നം. എന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയേക്കണേ. എന്റെ വീട്ടിൽ നിന്ന് വെറുതെ എന്തിനാടാ എല്ല് വെള്ളാക്കണേ? ഡാ, എന്റെ സമ്മതം ഇല്ലാതെ വീട്ടിൽ കയറി പറക്കാൻ നീ വളർന്നിട്ടില്ലടാ മോനെ. ഇത് കണ്ട, പട്ടണത്തിൽ പോയി തോക്ക് പിടിച്ച കയ്യത്. ഇതിന്റെ ചൂട് അറിയണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങി പോടാ ശവിയെ. ഞാനാരാന്ന്? തൃത്തല്ലൂര് അപ്പാസരിയുടെ മോൻ രഘുവല്ലടാ നീയെ.
ആ പോലീസുകാരൻ രാഘവൻ നായരുടെ പെണ്ണിനെ അടിച്ചോണ്ട് പോയാൻ. എനിക്ക് ആളെ തെറ്റിയിട്ടൊന്നുമില്ല കേട്ടാ. അവന് എന്നെ മനസ്സിലായില്ല അത്ര. എടാ പിള്ളേ, നീയും പണിക്കരും കൂടി ഒത്തു കളിച്ച് എന്നെ തോപ്പിക്കാനൊന്നും നോക്കണ്ടട്ടാ. അങ്ങനെ ഒരു വരുത്തിനും ഇവിടെ വിലസാൻ ഞാൻ സമ്മതിക്കില്ല. പട്ടാളം പറയുക സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ഈ വീടും പറമ്പും വിറ്റ് ആ പന്ന പണിക്കർ എന്റെ കണ്ണും പെട്ടെന്ന് ഒളിച്ചോടി പോയത് നിന്റെ ഒരാളുടെ ബലത്തിലാണെന്ന് എനിക്കറിയാടാ. നിങ്ങൾ പറഞ്ഞൊന്നും എനിക്കറിയില്ല, അറിയാൻ വേണ്ട. ഇത് എന്റെ പേരിൽ ഞാൻ രൊക്കം പണം കൊടുത്ത് റേഷൻ നടത്തിയ ഭൂമിയാണ്. തനിക്ക് വല്ലതും പറയേണ്ടത് പണിക്കോട് പറയാ. ഇറങ്ങി പോണത്. എനിക്കറിയോ അതിനൊക്കെ കായ് തരാനുള്ളത് ഈ വീടും പറമ്പും പറ്റ പണിക്കരല്ലേടോ. പിന്നെ അവിടെ പോയി ചോദിക്കടോ. നീ സമാധാനായിട്ട് ഇവിടെ കഴിയാന്ന് വിചാരിക്കുന്നത് ഇങ്ങോട്ട് എന്നെ നിനക്കറിയില്ല. പോങ്ങട്ട്. ഞാൻ ഇടഞ്ഞാലൊന്നുമില്ല, കാട്ടുകളെയും എനിക്ക് പാട്ടാളെ പറയുന്നോട് കളിച്ചവരാരും നേരെ ഒരു പോയില്ലടാ. കളി ഞാൻ പഠിപ്പിക്കും. എടോ, ബഹളം ഉണ്ടാക്ക. ചതിച്ചോരും ദ്രോഹിച്ചോരും അങ്ങനെ. ഒന്നറിയൂടാ. നീ നോക്കിക്കോ, എന്നെ നീ അറിഞ്ഞിട്ടില്ല. എന്തുട്ടിനെ പേടിക്കണേ? പട്ടിയോളം ഓടിച്ചിട്ട് കപ്പിയാരും മണി അടിക്കാണ്ടിരിക്കുമെന്ന്. ഈ മുറ്റത്തെ ഒട്ടി ഒരു പട്ടി ഓലിടണ്ട. വേണ്ടാന്നേ, ആരപ്പ് വേണമെന്ന് പറഞ്ഞേ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയേ. വെറുതെ പേടിക്കുക, ഒരാവശ്യമില്ലാണ്ട്. മനസ്സിലായി. എന്റെ നല്ല കാലത്ത് ഞാൻ തൃത്തല്ലൂരൊക്കെ വരാറുണ്ട്. തറവാടിന്റെ പേര് കേട്ടപ്പോ കുട്ടിയുടെ അച്ഛന്റെ രൂപം അങ്ങനെ നിഴല് പോലെ മനസ്സിൽ തെളിഞ്ഞു വരണുണ്ട്. രാവുണ്ണി എന്നല്ലേ പേര്? അതെ, ആ, എല്ലാരും നേരത്തെ പോയി. ഓർമ്മ വെച്ചേ പിന്നെ ചേട്ടനും ചേട്ടത്തിയമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ, ഉപ്പോളമൊക്കെ ഉപ്പിലിട്ടത്. ഏതായാലും ഈ ചില്ലാനങ്ങളെ നല്ലോണം തൊഴിച്ചോളൂ. കുസൃതി തീരെ ഇല്ലാന്ന് കണ്ടാൽ അറിയാം. മുത്തശ്ശ, കുട്ടികളെടുത്താ നിന്റെ കളി. ആ തേങ്ങ തിരിച്ചു കൊടുക്ക. എന്നാ പോകലതാ. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. പൊക്കോളൂ. അവന് നല്ല സുഖമില്ല. നല്ല വികൃതി കുട്ടികളാ കുഞ്ഞനും കിങ്ങനെ. എന്നാലും വീട് വിട്ട് കീഴ്ജാതിക്കാരൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയോളാ ആ കുട്ടികളുടെ തള്ള. ഉണ്ണേട്ടൻ അമ്പലത്തിൽ പോയതാ? ഇല്ല, ഞാന് വേഷം വാങ്ങിക്കാൻ പോയ. ഞാൻ രാവിലെ ഇറങ്ങിയതാ. അയാളെ അന്വേഷിച്ചായിരുന്നോ? ഇല്ല, ഇന്ന് ഞാൻ കണ്ടില്ലല്ലോ. ദേ, ചോറ് വിളമ്പി കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുന്നുണ്ടാവും. ചെല്ല്, ഇന്ന് കിട്ടും കാരോടി കൊണ്ട് ഒരു പൂശ്. കൊപ്ര പിണ്ണാക്ക്. കൊപ്ര പിണ്ണാക്ക് ആരാ? ആരാ? വേഗം പറ. എന്റെ നായര് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. രഘുവേട്ട, സമയം എത്രയെന്നറിയോ? ഊണും കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഇരിപ്പിരുന്ന വയറ്റിൽ നീര് വീഴില്ലേ? ഇനി നാളെ ഒതുക്കാന്നേ. ഇനി ഇതൊരു വീടാക്കി എടുക്കണമെങ്കിൽ എന്തൊക്കെ വാങ്ങിക്കൂട്ടണം? TV, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഫോണ്. എന്തിനാ കുറയ്ക്കണേ? AC, കാറ് പറഞ്ഞോ. രഘുവേട്ടൻ എപ്പോഴും തമാശ. ഇതുവരെ നമുക്ക് ഒരു കടവും ഇല്ലല്ലോ. അങ്ങനെ കടം കൊണ്ടിട്ടൊന്നും വേണ്ട, ആയത്തിൽ മതി. എന്താ ഒന്നും പറയാത്തെ? ഓടി തിമിർത്ത് തളർന്ന് വേഗം ഉറങ്ങി. ഇവരുടെ സന്തോഷം തന്നെ മതി മനസ്സ് നിറയാൻ. ഇനിയിപ്പോ നേരത്തെ പറഞ്ഞൊന്നും ഇല്ലേലും ഒരു വിഷമവും ഇല്ല. പിന്നെ രഘുവേട്ടന്റെ മാറ്റം. നമ്മളെപ്പോഴാ ജീവിക്കാൻ തുടങ്ങിയത്? അന്ന് കല്യാണ തലേന്ന് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഇരുട്ടത്ത് തപ്പി തടഞ്ഞു വീണ് ഓടി ഓടി കെതച്ച് നമ്മളെപ്പോഴാ ഒരു താവളത്തിലെത്തി. ഇനി സ്വസ്ഥായിട്ട് ഒരു 100 കൊല്ലം ഇങ്ങനെ കഴിയണം. രഘുവേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ആലോചിക്കായിരുന്നു, പണവും പ്രതാപവും ഉള്ള വലിയൊരു വീട്ടിൽ നിന്ന് ഒരു ആശാരിച്ചക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോന്ന പൊട്ടി പെണ്ണിനെ കുറിച്ച്. എന്നെങ്കിലും ഖേദം തോന്നിയിട്ടുണ്ടോ നിനക്ക്? ഇതെന്തൊരു ചോദ്യ രഘുവേട്ട? ഞാൻ എന്തെങ്കിലും അങ്ങനെ? ഏയ് ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷേ അതുകൊണ്ടാ എനിക്ക് വിഷമം. ആ,
നമുക്കൊരു ദിവസം രണ്ടുപേരുടെ വീട്ടിൽ പോണം. നാട്ടിൽ വന്ന് താമസമാക്കിയത് അവരറിയട്ടെ. വേണ്ട, ഞാൻ എങ്ങോട്ടും വരണില്ല. എന്നെ എടുത്തു വളർത്തിയ വല്യമ്മ മരിച്ചിട്ട് പോലും ഒന്നും അറിയിക്കാത്തതാ ഏട്ടനും ആ ഭദ്രകാളി. ഏയ്, എന്താ ഇത്? രഘുവേട്ടന്റെ വീട്ടിലേക്ക് വേണേ വരാം. അതും ഇഷ്ടമുണ്ടായിട്ടല്ല. എന്നാ എങ്ങോട്ടും പോണ്ട. എല്ലാം ഒന്നുകൂടി കാണാനുള്ള മോഹം കൊണ്ട് പറഞ്ഞതാ. എന്നാലും വേണ്ട, എങ്ങോട്ടും പോണ്ട. രഘുവേട്ടാ, ഉം, രഘുവേട്ടാ, ഉം. നമ്മുടെ വീടിന് പുറത്ത് ആരോ ഉണ്ട്. നിനക്ക് തോന്നിയതാവും. അല്ല, ഞാൻ ശബ്ദം കേട്ടുന്നേ. എവിടെ? ഏയ്, ഒന്നുമില്ല. ചിലപ്പോ ആ ഭ്രാന്തനായിരിക്കും, അല്ലെങ്കിൽ നായ്ക്കള്. രണ്ടായാലും ഉപദ്രവമൊന്നും ഉണ്ടാവില്ല.